ഞങ്ങൾ ഇന്ന് മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ഇങ്ങനെ നടക്കുമ്പോൾ ഞങ്ങൾ മാധ്യമപ്രവർത്തകരുടെ സോഴ്സിനെ പറ്റിയിട്ട് ഞങ്ങൾ വളരെ ആശങ്കാകുലരായ ഒരു നിമിഷം എന്ന് പറയുന്നത് ഈ ഒരു സർപ്രൈസ് എൻട്രി ആയിരുന്നു. ഞങ്ങളിങ്ങനെ കരുതുമോ ഞങ്ങൾക്ക് എല്ലാം അറിയാം, ഞങ്ങൾ പറയുന്നുണ്ട്, ഒത്തിരി ഫ്ലാഷ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ റോജി വരും, ഷിബു സാറിന്റെ കാര്യമൊക്കെ ഓൾറെഡി പറഞ്ഞു. പക്ഷെ പെട്ടെന്ന് ഇതാ വരുന്ന ഒരു പേര് വളരെ സർപ്രൈസ് ആയിട്ട്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾക്ക് മാത്രമായിരുന്നു ഇത് സർപ്രൈസ് അതോ നിമിഷത്തിലെ സർപ്രൈസ് നിങ്ങൾക്ക് മാത്രമാണ്? അതിനു മുമ്പ് അതിന്റെ ചെറിയ ഹിന്റുകളൊക്കെ സ്വാഭാവികമായിട്ട് കിട്ടുമല്ലോ. പക്ഷേ ഞാനപ്പോൾ പറയാൻ വന്ന കാര്യം, നിങ്ങൾ മാധ്യമപ്രവർത്തകരുടെ സോഴ്സുകൾ പലതും കറക്റ്റ് അല്ല എന്നുള്ളത് നിങ്ങൾക്ക് കൂടി തിരിച്ചറിയേണ്ട അവസരമായി. കാരണം ഈ പറയുന്ന പോലെ നിങ്ങളെയും മറച്ച് ഒരുപാട് തീരുമാനങ്ങളൊക്കെ പാർട്ടിക്ക് എടുക്കാൻ സാധിക്കും. ഞാൻ അതിനു മുമ്പ് അതിനു മുമ്പ് എനിക്കങ്ങനെ എക്സൈറ്റഡ് ആകേണ്ട ഘട്ടമില്ലാതിരിക്കാൻ കാരണം പിന്നെ ഒരു ഹിന്റ് സ്വാഭാവികമായിട്ട് ലക്ഷ്യത്തിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിരുന്നു. പിന്നെ എന്ന് കരുതി അമിതമായി അതിനെ ആഗ്രഹിച്ച് നിൽക്കരുത് എന്നുള്ള ബോധ്യം എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഞാനും പുറത്തുവിട്ടിട്ടില്ല, എന്നോട് പറഞ്ഞ ലീഡർഷിപ്പും പുറത്തുവിട്ടില്ല, നിങ്ങൾക്ക് ആർക്കും കിട്ടിയിരുന്നില്ല. അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും ആ സമയത്ത് പെട്ടെന്ന് എല്ലാ മാധ്യമപ്രവർത്തനം വിളിച്ചിട്ട് ഇത് ഉള്ളതാണോ, ഇത് ശരിയാണോ എന്നൊക്കെ ചോദിച്ചു വളരെ അതിശയത്തോടു കൂടി വിളിച്ചിരുന്നു. പക്ഷേ ഞാൻ ആ സമയത്ത് എന്നോടൊക്കെ പൊരുത്തപ്പെട്ട് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് യഥാർത്ഥ സ്വാഭാവികം. ലൈഫിലുണ്ടായിട്ടുള്ള ഈ ചേഞ്ചിനെ ഞാൻ കാണുന്നത്, ഞാൻ കുറച്ച് പൊളിറ്റീഷ്യനിലേക്ക് ഞാൻ ചോദിക്കുന്നത്, അതായത് അപ്രതീക്ഷിതമായി ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവാണ് പറയുന്നത്. ജനീഷെ ഒരു വളരെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് പെട്ടെന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാവുന്നു. അതിനുശേഷം മത്സരിക്കുന്ന സീറ്റിൽ നിന്ന് വലിയ ഭൂരിപക്ഷത്തോടെ എല്ലാവരും ജയിക്കുന്നു. അതിൻ്റെ കൂടെ നിങ്ങളും അവിടെ നിന്ന് വലിയ വിജയം നേടുന്നു. ആദ്യ ടൈമിൽ തന്നെ മന്ത്രിയാവുന്നു. ലൈഫിൽ ഈ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരു അഭൂതപൂർവമായ മാറ്റത്തെ എങ്ങനെയാണ് കാണുന്നത്? ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ദിവസങ്ങളിൽ മാത്രം തുടങ്ങിയ ഒരു പ്രവർത്തനം അല്ലല്ലോ, ഉറപ്പായിട്ടും. പിന്നെ എൻ്റെ പഴയ NSU പ്രസിഡന്റാണ് അവിടെ പ്രതികരിക്കുന്നത്. അപ്പോൾ ഏതാണ്ട് ഒരു 2005 മുതൽ തുടങ്ങിയ ഒരു സംഘടനാ പ്രവർത്തനത്തിൻ്റെയൊക്കെ തുടർച്ചയിൽ ഇങ്ങനെ അവസാനം പിന്നെ എല്ലാവർക്കും കുറെ കാലങ്ങൾക്ക് ശേഷം വരുന്ന ഒരവസരം എനിക്ക് വന്നപ്പോൾ എല്ലാം കൂടി എല്ലാ അവസരം ഒരുമിച്ച് വന്നു മാത്രമേ ഉള്ളൂ. ഇപ്പം എന്നെ KSU ജില്ലാ പ്രസിഡന്റായിട്ട് അനൗൺസ് ചെയ്ത സമയത്ത് NSUവിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് കൂടിയാണ് ശ്രീ റോജി ജോൺ. ആ കമ്മിറ്റിയുടെ കാലാവധി ഒരു ദിവസമാണ്. അപ്പോൾ അദ്ദേഹം എന്നെ വന്ന് കാണുന്നത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ വന്ന് അന്നത്തെ KPC പ്രസിഡന്റ് ശ്രീ VM സുധീരനും അന്നത്തെ NSU പ്രസിഡന്റ് ശ്രീ റോജി ജോണെ കൂടി വന്ന് കണ്ടിട്ടാണ് KSU പ്രസിഡന്റ് VS ജോയിൻ്റെ ഇവരെല്ലാവരും കൂടി വന്ന് കണ്ട് സംസാരിച്ച് പോയി. ഞാൻ മെഡിക്കൽ കോളേജിൽ പോലീസ് ലോക്കപ്പിൽ വെച്ച് മർദ്ദനം പറ്റിയിട്ട് കിടക്കുന്നതാണ്, വെറുതെ എടുക്കില്ല. അപ്പോൾ അങ്ങനെ വന്ന് സംസാരിച്ച് പോയതിൻ്റെ പിറ്റേ ദിവസമാണ് അത് അനൗൺസ് ചെയ്യപ്പെടുന്നത്. പക്ഷേ എൻ്റെ ദൗർഭാഗ്യവശാൽ പെട്ടെന്ന് ആ സമയത്ത് അദ്ദേഹം മാറി, പുതിയ പ്രസിഡന്റ് വന്നു. ചില കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുകൾ ഉണ്ടായിരുന്നു. അതിൽ ചില ആളുകളെ ഏജിൻ്റെ ഒരു ലിമിറ്റ് കടന്നു. അപ്പോൾ ഒരു ദിവസമാണ് ആ കമ്മിറ്റിയുടെ കാലാവധി ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ആ സമയം മുതലേ പൊരുത്തപ്പെട്ടു. ഇതിങ്ങനെ അൺഎക്സ്പെക്റ്റഡായി ഒരുപക്ഷെ വരുന്ന പല സ്ഥാനങ്ങളും അൺഎക്സ്പെക്റ്റഡായി വേണമെങ്കിൽ പോവുകയും ചെയ്യാം. എൻ്റെ KSU കാലം മുഴുവൻ അങ്ങനെ തന്നെയാണ്. ഞാൻ ഇവരോടൊക്കെ പറയാറുള്ളത്, ഒരു ദിവസം എനിക്ക് KSU സംസ്ഥാന കമ്മിറ്റി പങ്കെടുക്കണമെന്നാണ്. ഇവരെന്നെ ജില്ലാ പ്രസിഡന്റാക്കി വെച്ചിട്ട് ഒരു ദിവസം എനിക്ക് ഇരിക്കല്ല, ഞാൻ ആ ദിവസം കിടക്കുകയാണ്, മറ്റേ ഹോസ്പിറ്റലൈസറാണ്. അപ്പോൾ അതൊരു ദിവസം പോലെ അറം പറ്റിയ പോലെ സംഭവിച്ചു പോയൊരു കാര്യമാണ്. പിന്നെ ഒരു 3-4 വർഷക്കാലത്തിന് ശേഷമാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആകുന്നത്. അതിനുശേഷമാണ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആകുന്നത്. പിന്നെ ഒരു പ്രത്യേക ഘട്ടത്തിൽ സംസ്ഥാന പ്രസിഡന്റ് ആകുന്നത്. നിയമസഭാ സീറ്റ് പിന്നെ നേരത്തെ മുതലേ തന്നെ ചില മുന്നൊരുക്കങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ടൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതും ആ സീറ്റിലെ ജയവും അത് അൺഎക്സ്പെക്റ്റഡ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം പണി അവിടെ കുറച്ച് കാലമായിട്ട് അവർക്കൊക്കെ അറിയാം. പണി കുറച്ച് കാലമായിട്ട് അവരൊക്കെ കുറേ സഹായിച്ച ആളുകളുണ്ടാണ്, കുറച്ച് കാലമായിട്ട് അവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ വിജയം അവിടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എല്ലാവർക്കും തോന്നാൻ കാരണം അത് 23,000 വോട്ടിന് 2 തവണ പരാജയപ്പെട്ട സീറ്റാണ്. 111 സീറ്റിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം മുഴുവൻ UDF ലീഡ് ചെയ്തപ്പോഴും അവിടെ അപ്പോഴും മൈനസായിരുന്നു. ഇനി കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഇതുപോലെ ഒരു ട്രെൻഡ് പോലെ എല്ലാവരുടെയും UDF വിജയിച്ചു വന്നപ്പോഴും എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസി എപ്പോഴും 16 വോട്ട് മൈനസാണ്. അപ്പോൾ അങ്ങനെ ഒരു സീറ്റിലാണ് ഞാൻ മത്സരിക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷേ അപ്പോൾ അതുകൊണ്ടൊരു ആശങ്ക പൊതുവെ എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ കോൺഫിഡന്റ് ആയിരുന്നു. എനിക്ക് റിസൾട്ടിനെ സംബന്ധിച്ച് ജനീഷിൻ്റെത് വലിയ വിജയം കേട്ടോ. ഞാൻ എൻ്റെ അതിർത്തി പങ്കിടുന്ന മണ്ഡലമാണ്, ഞാൻ അവിടെ നിരന്തരം ബന്ധപ്പെടുന്നതാണ്. ഞാൻ ജനീഷ് കൊടുങ്ങല്ലൂർ മത്സരിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചിരുന്നു, ആ റിസ്ക് എടുക്കണോ? ഒരു റിസ്ക് അല്ല, എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ജനീഷ് വളരെ കോൺഫിഡന്റ് ആയിരുന്നു. അപ്പോൾ എന്ന് മാത്രമല്ല, വലിയ ഭൂരിപക്ഷം കൊടുങ്ങല്ലൂർ പോലുള്ള ഒരു മണ്ഡലത്തെ സംബന്ധിച്ച് വലിയൊരു ഭൂരിപക്ഷത്തിലാണ് ജനീഷിന്റെ വിജയം എന്ന് പറയേണ്ടി വരും. ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറി ആയി, യൂത്ത് കോൺഗ്രസിന്റെ നിയോജന കമ്മിറ്റി സെക്രട്ടറി ആയി ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. KSU ബ്ലോക്ക് പ്രസിഡന്റായൊക്കെ പ്രവർത്തിച്ചിരുന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ് ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് ചെല്ലുന്നത്. അപ്പോൾ വിദ്യാർത്ഥിയായിരുന്ന കാലം മുതലേ പ്രവർത്തിച്ചിരുന്ന ഒരു സ്ഥലത്ത് തന്നെ കൂടെ പഠിച്ച ആളുകൾ, പിന്നെ നമ്മുടെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്ന ആളുകൾ, നമ്മുടെ കൂടെ പ്രവർത്തനത്തിനുണ്ടായിരുന്ന ആളുകൾ, അപ്പോൾ അവരെല്ലാം വലിയ ആവേശത്തോടു കൂടി തെരഞ്ഞെടുപ്പിൽ പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങി. അപ്പോൾ അതുകൊണ്ട് പിന്നെ പലരും ചോദിക്കുന്ന പോലെ സ്ഥാനാർത്ഥിത്വവും വിജയം അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു വെച്ചാൽ അല്ല. പക്ഷേ ഈ ഒരു പരിഗണന അൺഎക്സ്പെക്റ്റഡ് ആണ്. പക്ഷെ അത് പ്രഖ്യാപിക്കപ്പെടുന്ന സമയത്തേക്ക് ഞാൻ അതിനോട് മാനസികമായിട്ട് പിന്നെ പൊരുത്തപ്പെടാവുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി. എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളോട് പോലും ഞാനത് ഷെയർ ചെയ്തിരുന്നില്ല. അവർക്കെല്ലാം വലിയ അതിശയമായിരുന്നു. കാരണം ഷെയർ ചെയ്തിരുന്നതിൻ്റെ കാരണം എനിക്ക് തോന്നിയൊരു കാര്യം കൂടെ ഞാൻ ഷെയർ ചെയ്യാം.
ഒരുപക്ഷെ ആദ്യത്തെ മത്സരത്തിൽ ഏറ്റവും നെഗറ്റീവായിട്ടുള്ള ക്യാമ്പയിന് നേരിട്ട ഒരു സ്ഥാനാർത്ഥിയാണ്. തീർച്ചയായും ഏറ്റവും ഞാൻ നെഗറ്റീവ്. അതിലൊരു പോയിന്റ് സിദ്ദിഖ ക്യാമ്പയിന്റെ ഒരു റിഫ്ലക്ഷൻ അവിടെ വലിയ രീതിയിൽ നേരിട്ട ഒരാളാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ വയനാട് വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും നെഗറ്റീവ് ക്യാമ്പയിൻ വന്നത്. അതിൽ മുണ്ടക്കൈ ചുരുങ്ങലിൽ പിന്നെ സിദ്ദിഖ ലീഡാണ്. ആ കോൺസ്റ്റിറ്റ്യൻസിൽ തന്നെ ഇപ്പോൾ 5000-ൽ നിന്ന് 45,000 വോട്ടിലേക്കാണ് ലീഡ് ചെയ്യുന്നത്. അത് ഭയങ്കര ഐതിഹാസികമായ വിജയത്തിന്റെ അല്ല അത് പണിയെടുത്തുണ്ടാക്കിയ ഒരു വിജയം തന്നെയാണ്. അപ്പോൾ അതിൽ ഈ ക്യാമ്പയിൻ ഏറ്റില്ല എന്നുള്ളത് ഏറ്റവും വലിയ എക്സാമ്പിളാണ്. വയനാട് പോലും ഇത്ര വലിയ ഭൂരിപക്ഷത്തിലേക്ക് അദ്ദേഹം കടന്നു വരുന്നത്. ഇപ്പം ഞാൻ എൻ്റെ കോൺസ്റ്റിറ്റ്യൻസിയിൽ പിന്നെ ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ ആദ്യം കാണുന്നത് ഈ പോസ്റ്ററാണ്. പിന്നെ വയനാട്ടിലെ ഫണ്ട് കട്ടെടുത്ത കള്ളൻ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയുള്ള പ്രചരണങ്ങളും മുദ്രാവാക്യങ്ങളും പ്രസംഗങ്ങളും. പിന്നെ എനിക്ക് തോന്നുന്നു DYFIയുടെ ഒരുമാതിരിപ്പെട്ട എല്ലാ നേതാക്കന്മാരും ഇലക്ഷൻ ഡിക്ലറേഷന് തൊട്ട് മുമ്പ് വരെ സ്ഥാനാർത്ഥി ഞാനാണെന്ന് പറഞ്ഞ സമയം മുതൽ തന്നെ അവരെല്ലാവരും അടക്കി വന്ന് പൊതുപരിപാടികളും പൊതുയോഗങ്ങളും ഒക്കെ ഇതേ പല്ലവി തന്നെ വലിയ നെഗറ്റീവ് ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഞാൻ ഈ ക്യാമ്പയിനൊക്കെ കേൾക്കുമ്പോഴും ഇതെല്ലാം ഇങ്ങനെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോഴും ചാനലിൽ വാർത്ത വരുമ്പോഴൊക്കെ നമ്മൾ ജനങ്ങൾക്കിടയിലേക്ക് ചെല്ലുന്ന ഘട്ടത്തിൽ ഒരിടത്ത് പോലും ഒരാൾ പോലും അതെന്താണെന്ന് ചോദിച്ചു. ഞാൻ ഒരിടത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോലും പോയില്ല. ഒരിടത്ത് പോലും ഈ വിഷയത്തെ സംബന്ധിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോയില്ല. പക്ഷെ ഒരിടത്ത് പോലും എന്നോട് ആളുകൾ ചോദിച്ചില്ല. അപ്പം ഞാൻ അന്ന് എൻ്റെ സംസാരിക്കുന്ന നേതാക്കന്മാരോടൊക്കെ പറയാറുണ്ട്, ഈ വിഷയം ജനങ്ങൾക്കിടയിലില്ല. കാരണം ഇതിനകത്ത് അങ്ങനെ കുറ്റപ്പെടുത്തുന്ന ഒരു ഇതിനപ്പുറത്തേക്ക്, അത് കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്ന ഒരു കുറ്റപ്പെടുത്തുന്നപ്പുറത്തേക്ക് ജനങ്ങളെ ടേക്ക് ഓവർ ചെയ്യുന്നില്ല. കാരണം അതിൻ്റെ ഒരു അതിനെ സംബന്ധിച്ച് അത്തരമൊരു വിഷയത്തിൽ കളവ് കാണിക്കില്ല എന്നൊരു ബോധ്യം ഞങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾക്കുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്.